വയസ്സുകാരന്റെ മരണം തലയ്ക്കേറ്റ ക്ഷതം മൂലമെന്ന പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. തലയോട്ടിക്ക് മുന്നിലും പിന്നിലും ഇരുഭാഗങ്ങളിലും ക്ഷതമേറ്റിട്ടുണ്ട്. കുട്ടിയുടെ വാരിയെല്ലിനും പൊട്ടലേറ്റിരുന്നു. വീഴ്ചയിൽ സംഭവിക്കാവുന്നതിനേക്കാൾ ഗുരുതരമായ പരിക്കുകൾ തലക്കേറ്റിരുന്നതായാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. ശരീരത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തി. 7 വയസ്സുള്ള കുട്ടിയുടെ വാരിയെല്ലിനും പൊട്ടലേറ്റിരുന്നു. ഇന്നലെ രാവിലെ 11:45 കുട്ടി മരിക്കുന്നത്. കുരുന്നിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് പേരാണ് സംസ്കാരം നടന്ന തൊടുപുഴയിലെ വീട്ടിലെത്തിയത്. ജനത്തിരക്കേറിയതോടെ പൊതുദർശനത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. കുഞ്ഞിന്റെ മൃതദേഹം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ വീടും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും കുഞ്ഞിനെ നേരത്തെ അറിയുന്നവരും വാർത്തകളിലൂടെ അറിഞ്ഞവരും അവനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. 7 വയസ്സുകാരനെ വഹിച്ചുള്ള ആംബുലൻസ് രാത്രി 8:45 കൂടി നിന്ന സ്ത്രീകളുടെ തേങ്ങലുകൾ നിലവിളികളായി. ആദ്യം അകത്തേക്ക് കൊണ്ടുപോയ മൃതദേഹം പിന്നീട് വീടിന് പുറത്ത് പൊതുദർശനത്തിന് വെച്ചു. 3/4 മണിക്കൂറിന് ശേഷം മുറ്റത്ത് സംസ്കരിക്കുമ്പോഴും അടക്കി പിടിച്ചുള്ള കരച്ചിലുകൾ അടങ്ങിയിരുന്നില്ല. സംസ്കാരത്തിനെത്തിയവരെല്ലാം ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രം: കുരുന്നിന് ജീവനെടുത്ത കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ നൽകണം, എത്രയും വേഗം. ന്യൂസ് ഡെസ്ക് ബിഗ് 14. ഐവാ സെൽസ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.